മോശയുടെ ലൈഫിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുവാണെങ്കിൽ ഒരു 400+ years ദൈവത്തിൻ്റെ ജനം എവിടെയായിരുന്നു? മിസ്രൈമിൽ, അണ്ടർ ബോണ്ടേജ്. ഒരു 400 yearsമായിട്ട് ആ ഒരു ജനറേഷൻ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ച ഒരു വിഷയം ആ ഒരു ബോണ്ടേജിൽ ഇരുന്ന ജനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആൻസർ ആയിരുന്നു ആര്? മോസസ്. ആമേൻ. പക്ഷെ മോസസിൻ്റെ ലൈഫിൽ അത് നോക്കുമ്പോൾ മോസസ് തോട്ട് ഐ എം ജസ്റ്റ് അനദർ ബോയ്, അല്ലേ? ഞാനൊരു സാധാരണക്കാരൻ, അല്ലെങ്കിൽ ഐ ഗോട്ട് ദ ട്രെയിനിങ്. ഒരു ഫസ്റ്റ് 40 വർഷം ടു ബി ട്രെയിൻഡ് ഇൻ ഈജിപ്റ്റ്. ആ ഒരു ട്രെയിനിങ് എനിക്ക് കിട്ടി. മോശയ്ക്ക് ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഹി റിയലൈസ്ഡ് ഇറ്റ്. പക്ഷേ ദൈവം ആ മോശയെ 40 വർഷം കിട്ടാവുന്ന ബെസ്റ്റ് ട്രെയിനിങ് കിട്ടിയിട്ട് കൊണ്ടുപോയത് എങ്ങോട്ടാണെന്നറിയാമോ? പാസ്റ്റങ്ങളിപ്പം പറഞ്ഞ പോലെ ഒരു ബ്രാക്കറ്റ് പീരീഡിന് വേണ്ടി അടുത്ത ഒരു ട്രെയിനിങ് സെഷനിലേക്ക് കൊണ്ടുപോയി. എവിടെയാ കൊണ്ടുപോയേ? പറഞ്ഞേ. മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി, അല്ലേ? അടുത്ത 40 വർഷം ഈ വേൾഡ്ലി ആയിട്ടുള്ള ട്രെയിനിങ് എല്ലാം കിട്ടി. ബാച്ചിലേഴ്സ് ഡിഗ്രി കിട്ടി, മാസ്റ്റേഴ്സ് ഡിഗ്രി കിട്ടി, PhD എല്ലാം കിട്ടി, അല്ലേ? മോശയ്ക്ക് അന്നത്തെ കാലത്തെ ബെസ്റ്റ് ഡിഗ്രി എല്ലാം കിട്ടി. എന്നിട്ട് ദൈവം തീരുമാനിച്ചു, ഓക്കെ, ഇനി അടുത്ത യൂണിവേഴ്സിറ്റിയിലേക്ക് ഞാൻ നിന്നെ കൊണ്ടുപോകാം, മരുഭൂമിയിലേക്ക്. എന്നിട്ട് അവിടെ ദൈവം കുറേ കാര്യങ്ങൾ പഠിപ്പിച്ചല്ലേ? പാസ്റ്റർ ഇപ്പം പറഞ്ഞ പോലെ ഒരു ബ്രാക്കറ്റ് ടൈം ഇസ് വാട്ട് ഗോഡ് ഹാസ് പ്ലാൻ ഫോർ അവർ ലൈഫ്സ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഇങ്ങനെ ഒരു ബ്രാക്കറ്റ് ടൈം ഉണ്ടല്ലോ, അല്ലേ? ദൈവം നമുക്ക് ബ്ലെസ്സിങ് തരും, പഠിക്കുവാനും ജോലി ചെയ്യുവാനും. അല്ലാത്ത ട്രെയിനിങ് എല്ലാം പല വിധത്തിൽ ദൈവം നമ്മളെ ട്രെയിൻ ചെയ്യും. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒടുവിൽ ദൈവത്തിൻ്റെ സ്റ്റിൽ ഒരു പ്ലാൻ ഉണ്ട്. എന്താണെന്നറിയോ? ഒരു 400 വർഷമായി ഒരു ബന്ധനത്തിൽ ആയിരിക്കുന്ന ഒരു ജനത്തെ റെസ്ക്യൂ ചെയ്യുവാൻ ഒരു പ്ലാൻ മോശയുടെ ലൈഫിൽ ദൈവം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കും, ഓക്കെ, സ്കൂളിൽ പോയി പഠിക്കുക അല്ലെങ്കിൽ കോളേജിൽ പോയി പഠിക്കുക, അതാണ് എൻ്റെ ഗോൾ, അതാണ് എൻ്റെ ലൈഫിലെ ഡ്രീം. അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും. അല്ലെങ്കിൽ ജോലി ചെയ്യുക, കുറേ കാശുണ്ടാക്കുക, അതൊക്കെ നല്ല കാര്യങ്ങളാണ്, അതൊക്കെ നമുക്ക് വേണ്ടിയതാണ്. പക്ഷെ അതിൻ്റെ അപ്പുറേ ഈ മോശയുടെ ജീവിതത്തിൽ ദൈവം പ്ലാൻ ചെയ്തു. 400+ years ആയിട്ട് പ്രാർത്ഥിച്ച ഒരു വിഷയം, ഒരു പ്രോമിസ് ദൈവം കൊടുത്തിരുന്നു. There's going to be a generation that's going to come out. ആ പ്രോമിസിൻ്റെ ഫുൾഫിൽമെൻറ്റ് ദൈവം ആരിൽ കൂടെ എടുത്തേ? ആരിൽ കൂടെയാ? മോശെ കൂടെ. നമ്മൾ ചിലപ്പം അറിയത്തില്ലായിരിക്കും നമ്മുടെ പേരൻസിനോട് ദൈവം കൊടുത്ത ചില വാഗ്ദത്തങ്ങൾ. ആമേൻ. അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൊടുത്ത വാഗ്ദത്തങ്ങൾ ഇങ്ങനെ പെൻഡിങ് ആയിട്ട് നിൽപ്പുണ്ട്. ഈ നാളുകളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കിനിയുള്ള ലൈഫ് ടൈം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? ദൈവമേ, what is it that you have planned for me? What is it that you have planned for me? ഇനി എന്താണ്? ഇനി എത്ര ദിവസമുണ്ട്? ഇനി ഞങ്ങൾക്ക് ഇനി എത്ര മാസങ്ങളുണ്ട് അല്ലെങ്കിൽ എത്ര വർഷങ്ങളുണ്ടെന്ന്. ബട്ട് ഇനി ഉള്ള ടൈം ദൈവത്തിന് വേണ്ടി ജീവിക്കണം. ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽ ചെയ്തെടുക്കണം. Let that be our desire. മോസസിന് വേണ്ടി ദൈവം പ്ലാൻ ചെയ്ത, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കളിൽ മിസ്രൈമിൽ നിന്ന് പുറത്തു വരുവാൻ ഒരു മോശയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്ത ദൈവം ആയിരക്കണക്കിന് ഫാമിലീസിൻ്റെ ഒരു വിടുതലാണ് ഒറ്റ ഒരാളുടെ ലൈഫിൽ ദൈവം പ്ലാൻ ചെയ്തിട്ടിരുന്നത്. Can you imagine? ഒന്ന് ഓർത്ത് നോക്കി, ഈ മോശ ഒന്ന് പറയുക, ദൈവമേ എനിക്ക് മതി, എല്ലാം മതി, ഞാൻ പഠിച്ചു, ജോലി ചെയ്തു, അല്ലെങ്കിൽ 40 years അല്ലെങ്കിൽ 80 years ആയി, 80 വയസ്സായി, ഐ എം ഡൺ, ഞാൻ റിട്ടയർ ചെയ്തിരിക്കാൻ പോവാ. മോശ അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്തിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? ഇസ്രായേൽ മക്കൾ ഇന്നും അവിടെ കടന്നേനെ, അല്ലേ? ബട്ട് ഗോഡ് ഇസ് നോട്ട് ഡൺ. ദൈവത്തിന് നമ്മളെക്കുറിച്ച് നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്തെടുക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ദൈവം ചെയ്തെടുക്കും. ദൈവം നമ്മളെ തട്ടി ഉണർത്തും, അല്ലേ?
And He's going to show us what to do next. Amen. വേറൊരു ലൈഫ് എൻ്റെ ജീവിതത്തിൽ ഒരു ക്യാരക്ടർ, ബൈബിൾ ക്യാരക്ടർ ദാറ്റ് കെയിം ഇൻ ടു മൈ ലൈഫ് ഇസ് ദ ലൈഫ് ഓഫ് ജോസഫ്. നമ്മൾ ഇന്ന് പകൽക്കാലം കേട്ടു. ജോസഫിൻ്റെ ലൈഫിൽ നമ്മളൊന്ന് ഓർത്ത് ഒന്ന് ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഹിസ് ലൈഫ്. ജോസഫ് പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ല ജോസഫിൻ്റെ ലൈഫ് നടന്നത്, ആണോ? മോസസിൻ്റെ ലൈഫിന് അങ്ങനെയല്ല, ജോസഫിൻ്റെ ലൈഫിനും അങ്ങനെയല്ല, ഇനി നമ്മുടെ ലൈഫിലും അങ്ങനെയൊന്നും അല്ല. നമ്മൾ കുറേ പ്ലാനൊക്കെ ഉണ്ടാക്കും, പക്ഷേ ദൈവത്തിൻ്റെ പ്ലാൻ ഇസ് ഓൺലി വൺ ദാറ്റ്സ് ഗോയിങ് ടു ബി ഫുൾഫിൽഡ്. ഈ ജോസഫിൻ്റെ ലൈഫിലെ ജോസഫ് പേരൻസിൻ്റെ അടുത്തു നിന്ന് ഫാദർ ഒരു ടാസ്ക് കൊടുത്തു, ഗോ ചെക്ക് ഓൺ യുവർ ബ്രദേഴ്സ്, അല്ലേ? എന്താ ബ്രദേഴ്സിൻ്റെ ഇടയിൽ പോയി ഒന്ന് ചെക്ക്, അവരെ ഓക്കെ ആണോ എന്ന് പോയി ഒരു ടാസ്ക്കാണ് ജോസഫിന് കൊടുത്തത്. പക്ഷേ ദാറ്റ് ജേർണി ടുക്ക് ഹിം ഔട്ട് ഓഫ് ഹിസ് ഹോം ഫോർ സെവറൽ ഇയേഴ്സ്. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ലൈഫിൽ ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ പോയപ്പോൾ ഒരു ഡീറ്റോർ വന്ന് നമ്മളങ്ങ് പോവും. നമുക്ക് പോലും മനസ്സിലാകാൻ പറ്റാത്ത വഴി കൂടെയൊക്കെയാണ് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. ജോസഫിൻ്റെ ലൈഫിൽ നമ്മൾ നോക്കുമ്പോൾ ജോസഫിന് എന്താ ഉണ്ടായിരുന്നേ? ഒരു ഡ്രീം ഉണ്ടായിരുന്നു. ജോസഫ് ഹാഡ് എ ഡ്രീം, അല്ലേ? ആ ഡ്രീമും ഈ ലൈഫുമായിട്ട് നോക്കുമ്പോൾ ഒരു സിമിലാരിറ്റി ഇല്ലായിരുന്നു. ജോസഫ് ഒന്ന് വെൻ ഹി വാസ് ഇൻ ദ പിറ്റ്, ഈ പൊട്ടക്കിണറിലായിരുന്നപ്പോൾ ജോസഫിന് ആ ഡ്രീമുമായിട്ട് എന്തെങ്കിലും ഉദ്ദേശമാണ് നടന്ന ലൈഫിലല്ലോ. ജോസഫ് കുഡ് ഹാവ് ഗിവൻ അപ്പ്. പക്ഷേ ഈവൻ ത്രൂ ദ ഹാർഡ്ഷിപ്പ് ദാറ്റ് ജോസഫ് ഹാഡ്, ജോസഫിൻ്റെ ലൈഫിലുള്ള ആ ഹാർഡ് സിറ്റുവേഷനിലൂടെ കൂടെയും ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ആമേൻ. നമ്മുടെ ജീവിതത്തിലെ രോഗങ്ങൾ വരും, അല്ലെങ്കിൽ ജോലി ഇല്ലാതൊക്കെ ടൈം വരും, അല്ലെങ്കിൽ വെൻ വി ഗോ ത്രൂ ആർ ട്രബിൾസം ടൈംസ് നമ്മൾ ഓർക്കുമോ നമുക്ക് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഇതിലൂടെ എന്തുവാണ്, വാട്ട് ഇസ് ഗോയിങ് ടു ബി ദി എൻഡ് റിസൾട്ട് ഓഫ് ദിസ്, വാട്ട്സ് ഗോയിങ് ടു ബി ഓൺ ദി അതർ സൈഡ് ഓഫ് ദിസ്, ഇതിൻ്റെ അപ്പുറം എന്താണെന്ന് നമുക്ക് പോലും ഓർത്തെടുക്കുവാൻ പറ്റത്തില്ല. പക്ഷെ ദൈവത്തിനൊരു പ്ലാനുണ്ട് ഇതിൻ്റെ അകത്തൂടെ. ആമേൻ. Even when Joseph was going through this situation in his life, God still had a plan. പക്ഷെ ജോസഫ് അത് നോക്കുമ്പോൾ ജോസഫിന് അതൊന്നും കാണാൻ പറ്റത്തില്ല. ആമേൻ. എനിക്കറിയാം എൻ്റെ മലയാളം എൻ്റെ ഇംഗ്ലീഷ് എല്ലാം കൂട്ടിക്കുഴച്ചാണ് ഈ മെസ്സേജ് തരുന്നത്. പക്ഷെ ദൈവത്തിന് എന്തോ നിങ്ങളോട് പറയാനുണ്ട്. ആമേൻ. ജോസഫിനെ ഒരു സ്ഥാനത്തെത്തിക്കുവാൻ ദൈവത്തിന് പ്ലാനുണ്ട്. പക്ഷെ മാനുഷികമായ പ്ലാൻ അല്ല ദൈവത്തിൻ്റെ വഴികൾ. ആമേൻ. ജോസഫ് ആ ഒരു സ്ഥാനത്തേക്ക് എത്തുവാൻ അവൻ പ്ലാൻ ചെയ്യുമായിരുന്നെങ്കിൽ he would have probably looked for something else. പക്ഷേ God took him to the bottommost pit. ലൈഫിൽ പോകാവുന്ന ഏറ്റവും lowest point കൂടെ for several years God took him through that for one purpose. Amen. There's going to be a famine. വർഷങ്ങൾക്ക് ശേഷം ഒരു ഫാമിൻ വരുന്നുണ്ട്. പക്ഷേ ആ ഫാമിന് വേണ്ടി സർവൈവ് ചെയ്യുവാനായിട്ട് എനിക്ക് എൻ്റെ ഒരാളിനെ ആ രാജ്യത്തിൻ്റെ ഒരു സ്ഥാനത്തേക്ക് ആക്കണം. അതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. നമ്മുടെ ഒന്നും മനസ്സിൽ പോലും കയറി വരുവാൻ പറ്റാത്ത രീതിയിൽ, നമ്മുടെ പ്ലാനുകൾക്കൊന്നും പറ്റാത്ത, നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ദൈവത്തിൻ്റെ വഴികൾ. നമ്മൾ പോകുന്ന ഓരോ അവസ്ഥയിൽ കൂടിയും ദൈവത്തിന് ഓരോ പ്ലാനുണ്ട്. അതാണ് എനിക്ക് ഓർപ്പിക്കാനുള്ളത് നിങ്ങളെ. അതിനോ ഞാൻ പറഞ്ഞു ലെറ്റ്സ് കൗണ്ട് ആർ ഡേയ്സ്. പക്ഷെ നമ്മുടെ ഈ ഡേയ്സിന് സർവൈവ് ചെയ്യാനുള്ള, നമ്മുടെ ഈ ജീവിതകാലത്ത് വേണ്ടിയ കൃപ ആര് തരുന്നേ? ദൈവം നമുക്ക് തരും. ജീവിക്കുവാനുള്ള കൃപ ദൈവം നമുക്ക് തരും. പക്ഷേ അതിൻ്റെ അപ്പുറം ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു ആഗ്രഹമുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് ഒരു പ്ലാനുണ്ട്. അത് നമ്മുടെ ലിമിറ്റ്സും കൊണ്ട് നോക്കുന്ന പ്ലാനല്ല, നമ്മളിടുന്ന പ്ലാനല്ല, നമ്മുടെ ലിമിറ്റ്സിന് അകത്ത് നിൽക്കുന്നതല്ല. ദൈവത്തിൻ്റെ ഉദ്ദേശം is much greater than you can even imagine or think. അപ്പം ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോട് ഓർപ്പിക്കാനുള്ള ഒരു കാര്യം,
ദൈവമേ, whatever your plan is, let it be fulfilled in my life. ദൈവമേ, നിന്റെ പ്ലാൻ എന്താണോ അത് എൻ്റെ ജീവിതത്തിലൂടെ ഫുൾഫിൽ ആണ്. അതേ ഉള്ളൂ എൻ്റെ ഡിസയർ. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. നല്ല മാർക്ക് വേണം, എക്സാമിന് നല്ല മാർക്ക് വേണം, നല്ല ജോലി വേണം, അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ദൈവമേ, നിന്റെ പ്ലാൻ എന്താണോ അതെല്ലാം ഫുൾഫിൽ ആകുവാൻ എൻ്റെ ലൈഫിനെ സമർപ്പിക്കുന്നുവെന്ന് ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാം. ബിക്കോസ് എൻ്റെയും നിന്റെയും ജീവിതത്തിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവത്തിൻ്റെ പ്ലാൻ ഇസ് നോട്ട് ഓൺലി ഫോർ യു ആൻഡ് ഫോർ യുവർ ഫാമിലി ഓർ ഫോർ യുവർ ചിൽഡ്രൻ. നമുക്ക് വേണ്ടി, നമ്മുടെ ഫാമിലിക്ക് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമല്ല ദൈവത്തിൻ്റെ പ്ലാൻ. ദൈവത്തിൻ്റെ പ്ലാൻ ഇനിയും വരാൻ പോകുന്ന തലമുറ, ഇനിയും വരാൻ പോകുന്ന രാജ്യങ്ങളിലേക്ക് പോകുവാനായിട്ടുള്ള ഒരു വിളിയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. God's calling in our lives is not only for you, but it's for generations to come. നിങ്ങളെ ചില സ്ഥാനങ്ങളിലേക്ക് ആക്കി വെക്കുവാനായിട്ടാണ് ദൈവം നിങ്ങളെ ഈ ട്രെയിനിങ് പീരീഡിൽ കൂടെ കൊണ്ടുപോകുന്നത്. നിങ്ങളെ ചില ജോലി സാഹചര്യങ്ങളിൽ കൂടെ ദൈവം നിങ്ങളെ ചില സ്ഥാനങ്ങളിലേക്ക് ആക്കി വെക്കും. എന്തിനാണെന്നറിയാമോ? യേശുവിന്റെ നാമം ഉയർത്തുവാനായിട്ട്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം let that be our prayer. നമ്മുടെ ജീവിതത്തിൽ എന്നും സന്തോഷകരമായ ജീവിതമല്ലായിരിക്കും. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ഗുഡ് ഡേയ്സ് ഓൾവേസ്. രോഗങ്ങൾ വരും, ക്ഷീണം വരും, ജോലി ഉള്ളത് ജോലി പോകും. പക്ഷെ അതിലൂടെയും ദൈവത്തിന്റെ പ്ലാൻ ഉണ്ട്. ആമേൻ. whatever God's plan is, നമുക്കതൊന്ന് അക്സെപ്റ്റ് ചെയ്യുവാനായിട്ട് ഒന്ന് സമർപ്പിക്കാമോ ഇന്ന് പകൽ? ഞാൻ പെട്ടെന്ന് നിർത്താം, ആൻഡ് പാസ്റ്ററിംഗ് വിൽ കണ്ടിന്യൂ. പക്ഷേ ഞാൻ ഒരു എക്സ്പീരിയൻസ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. 2016 എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഹ്യൂസ്റ്റണിൽ ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനിയിൽ ആ ജോലി നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു. ഒരു 9 to 10 months എടുത്തു നെക്സ്റ്റ് ഒരു ജോലി കിട്ടുവാനായിട്ട്. അപ്പൊ ആ ടൈമിൽ എന്താ ഇനി അടുത്ത ചെയ്യുന്ന ഒന്നും അറിയാതെ ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു ലൈഫിൽ. മെറിന് ജോലി ഉണ്ടായിരുന്നു, ദൈവം സഹായിച്ച്. ചർച്ചിലെ പല ഫാമിലീസിന് ആ സെയിം ടൈമിൽ ജോലി പോയി, നഷ്ടപ്പെട്ടു. ഇൻഫാക്ട് സെഫിയും കസിൻ സെഫിയുടെ ജോലി ആ ടൈമിൽ പോയ ഒരു ടൈം ഫ്രെയിം ഉണ്ടായിരുന്നു 2016. പക്ഷെ ആ ടൈമിൽ ഞങ്ങൾ ഓർത്തത് ഒരു ജോലി പോയി അടുത്ത ഒരു ജോലിയിലേക്ക് നമ്മൾ ട്രാൻസിഷൻ ചെയ്യുമല്ലോ. ഒരു 9 months ടൈം എടുത്തു. പക്ഷേ ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂടെ ഉണ്ട്, ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് ഞങ്ങളുടെ എല്ലാം ജോലി പോയി ഇരിക്കുകയാണ്. ഞങ്ങളെല്ലാം ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ജോലിക്കിരുന്ന് അപ്ലൈ ചെയ്യും. പിന്നെ ഉള്ള ഫുഡ് കഴിക്കുക, പിന്നെ ചർച്ചിൽ പോവുക, പ്രാർത്ഥിക്കുക, അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ലൈഫ്. ആ ഒരു 9-10 മാസം ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു പാസ്റ്റങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ വന്നു. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു പാസ്റ്റങ്ങൾ വന്ന് ഒരു ബോക്സ് ഓഫ് ഫുഡ് കൊണ്ട് തന്നു. ഫുഡ് എന്നിട്ട് പുള്ളി ഞങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ട് ദെൻ ഹി കെയിം ബാക്ക്. അതിൻ്റെ ഫോളോയിങ് വീക്കിൽ ഇതുപോലെ ഫുഡ് കൊണ്ട് തന്നു. അപ്പം ഞങ്ങൾ ഈ പാസ്റ്ററിനോട് ചോദിച്ചു, ഇതെന്തിനായി ഞങ്ങൾക്ക് ഈ ഫുഡ് കൊണ്ട് തന്നേ? അപ്പം നിങ്ങൾ പാസ്റ്റങ്ങൾ കടയിൽ നിന്ന് പോയി വാങ്ങിച്ചതാണോ? ഗ്രോസറി പോലെ ബ്രെഡും നമുക്ക് അത്യാവശ്യമുള്ള ഫുഡൊക്കെ കൊണ്ട് തന്നെ. അപ്പം ആ ദൈവത്തിൻ്റെ ദാസൻ അന്ന് ഞങ്ങളോട് പറഞ്ഞു, നെക്സ്റ്റ് വീക്കിൽ രാവിലെ 8 മണിയാകുമ്പോൾ റെഡി ആയിട്ടിരിക്കുക, ഞാൻ നിങ്ങളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു കേട്ടോ. സോ അപ്പം നെക്സ്റ്റ് വീക്കിൽ ഞങ്ങൾ ഒരുങ്ങിയിരുന്നു. ഞാൻ പോയി പാസ്റ്ററിനോട് ഒരു 45 minutes യാത്ര ചെയ്ത ഒരു സ്ഥലത്ത് പോയി. അവിടെ ചെന്നപ്പോൾ ഇങ്ങനെ പാർക്കിംഗ് ലോട്ടിൽ കാണുന്ന ഒരു കാഴ്ച, ഒരു ട്രക്കിനകത്ത് നിറയെ ഫുഡ് ഇരിക്കുകയാണ്. അതിൻ്റെ അകത്തൊരു 300 to 400 ആൾക്കാർ വന്ന് ഫുഡ് ബുക്ക് ചെയ്യുക അവിടെ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അതൊരു സംഭവം കാണുന്നത്. എന്താണ്, ഒരു വലിയ ചർച്ചിൻ്റെ പാർക്കിംഗ് ലോട്ടിൽ ഒരു 300-400 പേര് ലൈനായിട്ട് നിൽക്കുക. എന്നിട്ട് ഈ ട്രക്കിനകത്തുനിന്ന് ഫുഡ് ആൾക്കാർ എടുത്തുകൊണ്ട് പോവുക. അപ്പോൾ ഇത് കണ്ടു
വാവ്, ഞാൻ എൻ്റെ മനസ്സിൽ ഓർത്തു, ഇത് ദിസ് ഇസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി, നല്ലൊരു അവസരം. ദിസ് എ ബ്ലെസ്ഡ് ചർച്ച്. ഇങ്ങനെ കമ്മ്യൂണിറ്റിയിലുള്ള ലോ ഇൻകം ആയിട്ട് അല്ലെങ്കിൽ ജോലി പോയി നഷ്ടപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യുവാനായിട്ട് ഒരു ചർച്ച് ഇങ്ങനെ മുന്നോട്ട് വന്നു അല്ലേ. ഗവൺമെൻറ് അല്ലെങ്കിൽ ഫുഡ് ബാങ്കിനോട് ചേർന്ന് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടി. അവർ സെർവ് ചെയ്യുക കമ്മ്യൂണിറ്റീനെ. അപ്പോൾ അത് അന്ന് കണ്ട് മനസ്സിലായി. ഒരു കപ്പിൾ ഓഫ് ടൈംസ് അവിടെ പോയി ഇതെല്ലാം ചെയ്തു. ഇവരോട് കൂടെ നിന്ന് സഹകരിച്ച് എല്ലാം സെർവ് ചെയ്തു കമ്മ്യൂണിറ്റീനെ. പിന്നെ അത് മനസ്സിൽ നിന്ന് മാറിപ്പോയി. ബിക്കോസ് അടുത്ത ജോലി കിട്ടി പിന്നെ ചർച്ചിൽ പോയി പിന്നെ എല്ലാത്തിലും നമ്മൾ ബിസി അല്ലേ. ലൈഫ് ഗെറ്റ്സ് ബിസി, റൈറ്റ്? പക്ഷെ ദൈവത്തിൻ്റെ പ്ലാൻ വേറെ എന്തോ ആണ് അല്ലേ. ഈ 2019 കോവിഡിന് തൊട്ടു മുമ്പേ ദൈവം ഞങ്ങളെ ഈ കാര്യം ഒന്നുകൂടെ ഓർപ്പിച്ചു. എങ്ങനെയാ ഈ ഫുഡ് ബാങ്കിനെ അല്ലെങ്കിൽ ഈ ഫുഡ് ഡിസ്ട്രിബ്യൂഷനെ എങ്ങനെ നമുക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്ക് എല്ലാം നമ്മൾ ചെയ്തു. എങ്ങനെ എല്ലാ അപ്രൂവലും കിട്ടി, എല്ലാ പേപ്പർ വർക്കും സൈൻ ചെയ്തു. ചർച്ചിലെ ലീഡർഷിപ്പ് പാസ്റ്റേഴ്സിനോടെല്ലാം സംസാരിച്ചു. എല്ലാം അപ്രൂവായി. ജാനുവരി 2020 ആയപ്പം എല്ലാം അപ്രൂവൽ കിട്ടി. നമുക്ക് തുടങ്ങാമെന്നും പറഞ്ഞ് ഇരിക്കുക. അപ്പോഴെന്താ പറ്റിയേ? 2020 എന്താ പറ്റിയേ? കോവിഡ്. ഇവിടെ കോവിഡ് വന്നായിരുന്നോ? വന്നല്ലേ. ആ സെയിം കോവിഡ് വന്നപ്പം എല്ലാം ഷട്ട് ഡൗൺ ആയി. ഇപ്പം നമ്മൾ പ്ലാൻ ചെയ്തത് എന്താണ്? ജാനുവരിയിൽ ഇങ്ങനെ പ്ലാൻ ചെയ്യുകയാണ്, ഫുഡ് കൊടുക്കുക ആൾക്കാർക്ക്. നമ്മൾ എല്ലാം പ്ലാൻ ചെയ്തപ്പം ഫുൾ ചർച്ച് ഷട്ട് ഡൗൺ ചെയ്തു, ഹോൾ സിറ്റി ഷട്ട് ഡൗൺ ചെയ്തു, പല രാജ്യങ്ങളും എല്ലാവരും ഷട്ട് ഡൗൺ ആയി. പ്ലാൻ മൊത്തം എന്തായി? പ്ലാൻ മൊത്തം പോയി. പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ, പാസ്റ്റർ പറഞ്ഞു, ദാറ്റ്സ് വൺ ഓഫ് ദ ലാർജസ്റ്റ് ചർച്ചസ്. ആ ചർച്ച് ഷട്ട് ഡൗൺ ആയിരുന്നപ്പോഴും ചർച്ച് തുറക്കുമായിരുന്നു മാസത്തിൽ 1-2 പ്രാവശ്യം. എന്തിനാണെന്നറിയോ? ഈ ഫുഡ് കൊടുക്കാനായിട്ട്. ആമേൻ. ജൂൺ തൊട്ട് നമ്മൾ ഫുഡ് കൊടുക്കാൻ തുടങ്ങി ആ മാസം. അത് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെ വഴികൾ നമ്മൾ നോക്കുമ്പം ഞാൻ അന്ന് ആലോചിക്കുക, ദൈവമേ എൻ്റെ ജോലി പോയി, ഐ എം സോ സാഡ്. നല്ലൊരു ജോലി പോയി. നമ്മുടെ പ്ലാൻ പ്രകാരം ഒന്നും കാര്യങ്ങൾ നടന്നില്ല. ഈ 9-10 മാസം എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം നമ്മളെ കൊണ്ടുവന്ന ഓരോ പാതയിലൂടെ ദൈവത്തിന് ചില കാര്യങ്ങൾ നമ്മൾ എന്താ കാണിച്ചു തരാനുണ്ട് അല്ലേ. ദൈവത്തിന് ഒരു കാര്യങ്ങൾ കാണിച്ചു തരുവാനുണ്ട്. അപ്പൊ അന്ന് ജോലി പോയി ഈ ഒരു വിഷൻ അല്ലെങ്കിൽ ഈ ഒരു ബേർഡൻ ദൈവം തന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് അവിടെ കമ്മ്യൂണിറ്റി സെർവ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നും മാസത്തിൽ 2, ഇനിയും ഗോയിങ് ഫോർവേഡ് മാസത്തിൽ 3 പ്രാവശ്യം നമ്മൾ ഈ കമ്മ്യൂണിറ്റി സെർവ് ചെയ്യാൻ ഒരു വീക്കിൽ ക്ലോസ് ടു 200 ഫാമിലീസ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. 200 ഫാമിലീസ് ഫുഡ് പിക്കാനായിട്ട്. അവർ വരുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അവരോട് പങ്കിടുവാൻ ദൈവം തരുന്ന ഒരു അവസരമാണ് അല്ലേ. സോ ദിസ് ഇസ് വാട്ട് ഐ വാണ്ട് ടു എൻകറേജ് യു വിത്ത്. ദൈവം നമ്മുടെ ജീവിതത്തിൽ പ്ലാൻ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. ആമേൻ. നമുക്ക് പോലും മനസ്സിലാകാൻ വയ്യാത്ത വഴിയിലൂടെ ദൈവം നമ്മളെ കൊണ്ടുപോകും. തിങ്സ് ദാറ്റ് വി കനോട്ട് ഈവൻ കോംപ്രിഹെൻഡ്. പക്ഷെ അതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ രോഗം വരുമ്പോൾ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ ജോലി നഷ്ടപ്പെടുമ്പോൾ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അതിൻ്റെ അപ്പുറേ അനേക ജീവിതങ്ങളെ ടച്ച് ചെയ്യുവാനായിട്ട്, അനേക ജീവിതങ്ങൾക്ക് ഒരു ആശ്വാസമായിട്ട് നമ്മൾ തീരുവാൻ ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. ആമേൻ. ടു ദ യങ് പീപ്പിൾ, ഇവിടെ ഉള്ള യങ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. മക്കളെ ഒന്ന് ശ്രദ്ധിച്ചേ മോനെ. യങ് ആയിട്ടുള്ള പിള്ളേർക്ക് വേണ്ടി ഒരു കാര്യം പറയാനുണ്ട്. ഐ വാസ് വൺ അമങ് യു. ആമേൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഇന്ന് വന്ന് വാക്യം പറഞ്ഞില്ലേ, അതുപോലെ ഞാനും ഇവിടെ നിന്ന് വാക്യം പറഞ്ഞത് വീട്ടിൽ, ഇവിടെ ചർച്ചിലുമൊക്കെ. പക്ഷെ ദൈവം നിങ്ങളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇസ് മച്ച് മോർ ബിയോണ്ട് വാട്ട് യു ആൻഡ് ഐ ക്യാൻ തിങ്ക് ഓഫ്. നമ്മുടെ പേരൻസ് നമ്മളെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നതിനേക്കാളും അപ്പുറയാണ് ദൈവത്തിൻ്റെ പ്ലാൻ. ആമേൻ. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശരിക്കും പഠിക്കണം. ആമേൻ. കോളേജിൽ പോയി പഠിക്കുവാൻ ദൈവം അവസരം തരുമ്പോൾ ശരിക്കും പഠിക്കണം. ജോലി തരുമ്പോൾ ശരിക്കും നല്ലവണ്ണം ജോലി ചെയ്യണം. എന്തിനാണെന്നറിയാമോ? നമുക്ക് കാശുണ്ടാക്കാനല്ല. അത് കാശുണ്ടാക്കിയോ, നല്ല കാര്യം. പക്ഷേ ദൈവത്തിന് എന്തോ പ്ലാനുണ്ട്.
ഇതിൻ്റെ എല്ലാം അപ്പുറം ദൈവത്തിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്. ലെറ്റ് ദാറ്റ് ബി അവർ പ്രേയർ. ഗാഡ്, ഇനിയും ഉള്ള അവസരം, ഹെൽപ്പ് us, teach us to count our days. ഞങ്ങൾക്ക് ഇനിയുള്ള ദിവസത്തെ എണ്ണുവാൻ ദൈവമേ ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കണമേ. ലെറ്റ് ദാറ്റ് ബി അവർ പ്രേയർ. ഐ റിക്വസ്റ്റ് നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മെറിനായി ഞങ്ങൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് തൃശ്ശൂരിലേക്ക് പോകും. അത് കഴിഞ്ഞ് ഹ്യൂസ്റ്റണിലേക്ക് ട്യൂസ്ഡേ പോകുന്നു. ഈ സാഹചര്യത്തിൽ അവസരം തന്ന പാസ്റ്ററിനോട് നന്ദി പറയുന്നു. പ്രത്യേകം മമ്മിയുടെ റിഗാർഡ്സ് അറിയിക്കുന്നു. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ when we had our hard time, പപ്പയെ ഞങ്ങൾക്ക് സെർവ് ചെയ്യുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു. നല്ലവണ്ണം പപ്പയെ ടേക്ക് കെയർ ചെയ്യുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. പ്രാർത്ഥിച്ച പാസ്റ്റർ ആൻഡ് ചർച്ചിനോടുള്ള നന്ദി പറയുന്നു. പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. ബാബുപാപ്പനും മോളുമാമ റോബിനോടൊപ്പം ഇവിടെ ആയിരിക്കുവാൻ, പ്രത്യേകിച്ച് നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇവിടെ ആയിരിക്കുവാൻ ദൈവം തന്ന അവസരത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ഇന്നു കാൺമതെല്ലാം ആഴിയും, കാലമെല്ലാം കഴിയും. ഇന്നു കാൺമതെല്ലാം ആഴിയും, പിന്നെ പുതുയുഗം വിരിയും. തിരി വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. ഫലം രാജൻ വന്നിടുവാൻ ഇനിയും നാളുകൾ നമ്മുടെ ഇനിയും നാളുകൾ നമ്മുടെ യാതികൾ തേടുവാൻ. യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. കർത്താവിൻ്റെ ദാസൻ പ്രിയ ജിബി ജോർജ് കർത്തൃദാസനിലൂടെ നമുക്ക് വേണ്ട ദൈവിക ആലോചന വളരെ ശാന്തമായി ഇന്ന് പകൽ നൽകിയിരിക്കുകയാണ്. പുൽപ്പുറത്ത് പൊഴിഞ്ഞിറങ്ങുന്ന മഞ്ഞുപോലെ ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് പൊഴിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. നമ്മുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. ഭക്തനായ മോശയുടെ പാട്ട്, എത്ര ആഴമുള്ള വാക്ക്. ഞാൻ ഈ അടുത്തിടെയൊക്കെ കുറേ യാത്രകൾ നയിക്കുന്നത് ട്രെയിനിലും കൂടെയാണ്. കാര്യം ബസ്സിൽ പോകുന്നതിനേക്കാളും വിമാനത്തിൽ പോകുന്നതിനേക്കാളും ഒക്കെ എനിക്കിഷ്ടം ട്രെയിനാണ്, സ്വന്തം കാറിൽ പോകുന്നതിനേക്കാളും. പല ഗുണങ്ങളുണ്ട്. നമുക്ക് ചെയ്യേണ്ട കുറേ പണികൾ അവിടെ ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കാം. അല്പം വിശ്രമിക്കണമെങ്കിൽ വിശ്രമിക്കാം. ഒന്ന് നടക്കണമെങ്കിൽ നീളത്തിൽ എന്ത് ചെയ്യാം. എല്ലാവരും അങ്ങനെ പറയുന്നത്, പ്രത്യേകിച്ച് സീനിയേഴ്സൊക്കെ പറയുന്നത് ട്രെയിൻ യാത്ര ഏറ്റവും നല്ലതെന്ന്. അപ്പോൾ ട്രെയിൻ എവിടെ എത്തിയെന്ന് അറിയാൻ പണ്ട് ആ ടിക്കറ്റിൽ ഒരു ടൈമുണ്ട്, അത് വെച്ച് നമ്മൾ ചെല്ലുക. നേരം ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്, 1 മണിക്കൂർ വൈകി ഓടുന്നതാണ് യാത്രക്കാർക്ക് വന്നിരിക്കുന്ന, അല്ലേ, ഒരു ഖേദം. അന്നേരം നമ്മൾ ചമ്മി അവിടെ എന്ത് ചെയ്യും? ദേഷ്യപ്പെടാൻ പറ്റുമോ? ആരോട് ദേഷ്യപ്പെടില്ലേ? സഹിഷ്ണുതയോടെ അവിടെ ഇരിക്കും. എന്നാൽ സമയം വേസ്റ്റ് ആക്കാൻ കർത്തദാസിലൂടെ കേട്ട ദൂത് ഇതാണ്, നമുക്കില്ല. ഈ ഇടയ്ക്ക് 1-2 ചെറുപ്പക്കാർ എനിക്ക്, ഇപ്പോൾ എല്ലാം ആപ്ലിക്കേഷൻ്റെ കാലമല്ലേ, ഇഷ്ടംപോലെ പ്ലേ സ്റ്റോറിനകത്ത് മുഴുവൻ ആപ്പേ ഉള്ളൂ. ആപ്പിലാകരുത്, അത് വേറെ വിഷയം.
എന്നാൽ നല്ല ചില ആപ്പൊക്കെ ഉണ്ട്. അതിൽ ഒരു ആപ്പ് എനിക്ക് പരിചയപ്പെടുത്തി, എൻ്റെ വേറൊന്നും അറിയത്തില്ല. അതിൽ ഞെക്കിയാൽ ട്രെയിൻ ഇപ്പോൾ മാവേലിക്കര സ്റ്റേഷൻ എത്തിയിരിക്കുന്നു. അത് നോക്കിയാൽ അറിയാം. അന്നേരം ഇവിടുന്ന് പുറപ്പെട്ടാൽ മതി. ട്രെയിനിൻ്റെ നമ്പർ അടിച്ചു നോക്കിയാൽ നമുക്കറിയാം. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ട കേരള എക്സ്പ്രസ് ആണെങ്കിൽ എവിടെ എത്തിയെന്നുള്ളത് നോക്കിയാൽ അറിയാം. പലരും അത് ഉപയോഗിക്കുന്നുണ്ടാകും. ഇതുപോലൊരു ആപ്പ് നമ്മുടെ ഉള്ളിൽ ഘടിപ്പിക്കണം. വല്ലതും മനസ്സിലായോ? മൊബൈലിലല്ല, ജീവിതം എവിടം വരെ എത്തി എന്നുള്ളത് നിർണയിക്കുന്ന ഒരു ആപ്പ്, ഒരു ആപ്ലിക്കേഷൻ ഒന്നും ഇന്ന് ഇല്ല. എന്നാൽ ഇതിന് സമാനമായ ഒരു ആപ്പ് നമ്മുടെ ഉള്ളിൽ വേണം. നമ്മുടെ ഈ ഇരിപ്പും ഭാവവും ഒക്കെ കാണുമ്പം എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റിയാ ഞാൻ പറയുന്നത്, നന്നായി എന്നെ പ്രതിക്കൂട്ടിൽ കയറ്റിയാ ഞാൻ പറയുന്നത്. നമ്മുടെ ഈ പോക്കൊക്കെ കാണുമ്പോൾ നമ്മൾ എന്നും ഇങ്ങനെ ഈ ലിവ്യാധാൻ ഇരിക്കുന്ന പോലെ ഇരിക്കുമെന്നാണ്. ലിവ്യാധാൻ എന്ന് പറഞ്ഞാൽ അത് ഒരു വക്ര സർപ്പം എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. ഞാനങ്ങ് ഒരു പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിങ്ങനെ എന്നും നമ്മളിങ്ങനെ വലിയ പുള്ളിയായി. പണ്ട് നിലമ്പൂരിനപ്പുറത്തൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്തിൻ്റെ പേര് കരുളായി എന്നാണ്. ഞാൻ അവിടുത്തെ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഒരു കൺവെൻഷന് പ്രസംഗിച്ചിട്ട് അന്ന് സഭായോഗവും അവിടെ കൂടി. അന്ന് സഭാ ചാർജിൽ അത്ര നിർബന്ധം ഇല്ലാത്ത, എനിക്ക് ഒഴിഞ്ഞു നിൽക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു. അന്ന് അവിടെ ആരാധനയും കൂടിച്ച് അവിടുത്തെ ഒരു അപ്പച്ചൻ, എനിക്ക് പ്രിയപ്പെട്ട ആളാണ്, എൻ്റെ കയ്യെ കയറി പിടിച്ചു. കുഞ്ഞെ എൻ്റെ വീട്ടിൽ വരെ വന്നേ പോകാമെന്ന് പറഞ്ഞു. ഞാൻ നടന്നു. ഒരു ചെറിയ ചെക്ക് ഡാം ഉണ്ട് കരുളായി പുഴയുടെ കുറുകെ. അതിലേക്ക് കയറി അക്കരെ കയറി കഴിഞ്ഞപ്പോൾ നാലും കൂടി ഒരു കവല. അവിടെ നിന്നിട്ട് അപ്പച്ച കുതികാലയിൽ ഇങ്ങനെ കുത്തിയിട്ട് വട്ടത്തിൽ ഒറ്റ കറക്കി ഇറങ്ങി. മറ്റേ സാത്താൻ പറഞ്ഞ പോലെ ഒരു പറച്ചിൽ പറഞ്ഞു, കുഞ്ഞേ ഈ കാണുന്നതെല്ലാം സൈമന്റെയാന്ന് പറഞ്ഞു. എന്നാല് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് പ്രിയപ്പെട്ട ആളാ, ഞാൻ അവിടെ പോണ്ടി വന്നു. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ സൈമനെ നല്ലൊരു പെട്ടിക്കകത്ത് കിടത്തിയിരിക്കുകയാണ്. അന്നേരം ഈ കറങ്ങിയ സൈമനെ ഞാൻ ഓർത്തു. വീട്ടിലും സഭയിലും നാട്ടിലും ഒക്കെ വഴക്കാളികളുണ്ട്. ചിലർക്ക് വീട്ടിൽ വഴക്കുണ്ടാക്കാൻ അറിയത്തുള്ളൂ, അവരവിടെ മാത്രം വൃത്തിയായിട്ടുണ്ടാക്കും. ചിലർക്ക് വീട്ടില് ഭാര്യ പേടിയ, അവർ സഭയെ വഴക്കുണ്ടാക്കും. ഇവിടൊന്നും ഇല്ല, ഉണ്ടാക്കുന്നവരുണ്ട്. ഈ സഭയെ വഴക്കുണ്ടാക്കുന്നവരിൽ പലരും സൂക്ഷിച്ചു നോക്കിയാൽ അവർ വീട്ടിൽ പലരെയും പേടിയാ. അവർക്ക് അവിടെ ഉണ്ടാക്കാൻ അറിയത്തുള്ളൂ, കവലയിൽ ഉണ്ടാക്കാനുള്ള ധൈര്യമില്ല. അവിടെ നല്ല മസിലുള്ള പിള്ളേരിരിപ്പുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പോയി, കോയിപ്പുറം സ്റ്റേഷനിൽ പോയിട്ട് മുമ്പിൽ പോയി വഴക്കുണ്ടാക്കുവോ? പിന്നെ ആംബിയർ ഇല്ല, എന്നേക്കാൾ ബലഹീനനായവൻ്റെ മുമ്പിൽ. അപ്പം എൻ്റെ വിഷയം വേറൊന്നാണ്. അപ്പോൾ ഈ അപ്പച്ചൻ ഇങ്ങനെ കിടക്കുക. ഞാൻ 2 കൊല്ലം മുമ്പ് പറഞ്ഞത് ഓർത്തു. ഈ കാണുന്നത് എല്ലാം കുറച്ച് ഏക്കറുണ്ട്, ഏക്കർ. പണ്ടേ മൂർച്ചയുള്ള വാക്കത്തിയും കൊണ്ട് ഇവിടുന്ന് മലബാറിലേക്ക് പോയാൽ ഇഞ്ചക്കാടൊക്കെ വെട്ടി അങ്ങോട്ട് തെളിച്ച് ഇതെൻ്റെ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആകുന്നൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെ വെട്ടിപ്പിടിച്ചതാ. ഞാൻ പറഞ്ഞു ഇതെല്ലാം സ്തോത്രം. നമ്മുടെ നാളുകളെ നമ്മളെ എണ്ണണം. 70 ഏറെയായാൽ 80. ആ സംഖ്യയൊക്കെ വെച്ചൊന്ന് പഠിച്ചാൽ അതിനകത്ത് വെച്ച് 365 ദിവസമുള്ള സംവത്സരങ്ങൾ ഒഴിവായി പോയത് ഇനി ബാക്കി എത്ര ഉണ്ട്? ഇത്രയും കാലം കൊണ്ട് ഉണ്ടാക്കിയത് ബാങ്കിലുണ്ട്. ഇത്രയും കാലം കൊണ്ട് സമ്പാദിച്ചത് നമ്മുടെ ഒന്നും നഷ്ടപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞ്
ഒരു മതിൽക്കെട്ടിന്റെ ഉള്ളിലുണ്ട്. എന്നാൽ ഇന്നു രാത്രിയിൽ നിന്റെ ആത്മാവിനെ ചോദിച്ചാൽ നിന്റെ നിക്ഷേപം ആമേൻ മരണത്തിനപ്പുറത്ത് ആമേൻ സ്വർഗ്ഗസിയോനിൽ ചെല്ലുമ്പോൾ ആമേൻ അവിടെയൊക്കെ പുഴുവും തുരുമ്പും കെടുക്കാത്തതിലേക്ക് നിക്ഷേപം നമുക്ക് എന്തുണ്ട്? ഇവിടെ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും വിട്ടേ മതിയാകൂ. കോട്ടയ്ക്കകത്തേക്ക് മൃത്യു ചെല്ലും. കൊട്ടാരമായാലും വിട്ടേ മതിയാവൂ. ചെറ്റപ്പുരയ്ക്കകത്ത് പാർക്കുന്ന ഭിക്ഷുവിന്റെ ഭവനത്തിലും മരണം ചെല്ലും. നാം ഒരു നാൾ ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടവരാണ്. സ്തോത്രം. മോശ വലിയ ലീഡറാണ്. എന്നാൽ തന്നെ കുറിച്ച് തനിക്ക് ഒരു വെളിപ്പാട് കിട്ടി. സ്തോത്രം. ഏത് ഉന്നതമായ കസേരയിൽ നാം ഇരിക്കുമ്പോഴും ഓർത്തുകൊള്ളണം, കാലം കഴിയും. ഇന്ന് കാണുന്നതെല്ലാം അഴിയും. സ്തോത്രം. ഇന്ന് ഉണ്ടെന്ന് തോന്നുന്ന, പാട്ടുകാരൻ പാടിയതുപോലെ ഉണ്ടെന്ന് നമ്മൾ പറയുന്നത് ഒരു തോന്നലാ. ഉണ്ട് എന്ന് പറയുന്ന ഒരു തോന്നലാണ്. ഉണ്ടെന്ന് തോന്നുന്ന സകലതും വിടും. ആരോ എവിടെയോ ഏതോ സഭ അല്ലെങ്കിൽ കൂടിയിരിക്കുന്ന കൂടിവരവ്, അവർ ക്രമീകരിച്ചിരിക്കുന്ന ഒരു ചെറിയ ഇടുക്കമുള്ള സെല്ലിൻ്റെ ഉള്ളിൽ നിന്നെ ഒറ്റയ്ക്ക് കൊണ്ടുപോയി വെക്കും. അല്ലെങ്കിൽ ഇടുക്കമുള്ള ഒരു കുഴിക്കുള്ളിലേക്ക് നിന്റെ പെട്ടി ഇടുക്കമുള്ള ആ കുഴിക്കുള്ളിലേക്ക് ഇറക്കി വെക്കും. ചുടലക്കാട് കൊണ്ട് സകലതും വിട പറയും. എന്നാൽ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾക്ക് ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശയാണ് ഭാഗ്യകരമായ പ്രത്യാശ. ഇന്ന് കർത്താവിന്റെ ദാസനിലൂടെ കേട്ടിരിക്കുന്ന ദൂത് നമ്മൾ ഏറ്റെടുത്ത് ദൈവത്തിനുള്ള മഹത്വം കരേറ്റണം. സ്തോത്രം. ആ പ്രത്യാശയാണ് നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഭക്തൻ പാടിയ പാട്ടിൽ നിന്ന് 90-ാം സങ്കീർത്തനത്തിൻ്റെ ആഴമായ ചിന്ത നമ്മുടെ അകത്ത് ഭരിച്ചുകൊണ്ടിരിക്കണം. എപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് പോകുമെന്ന് നമുക്കറിയില്ല പ്രിയരെ. മരണത്തിൻ്റെ തണുത്ത കരങ്ങൾ എപ്പോൾ വന്ന് നമ്മളെ പിടിക്കുമെന്ന് നാം അറിയുന്നില്ല പ്രിയരെ. സ്തോത്രം. അപ്രതീക്ഷിതമായ നാഴിയിൽ നിലയ്ക്കാത്ത സമയത്ത് സ്തോത്രം ഞങ്ങളൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്, ശുശ്രൂഷ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, ചില വർഷങ്ങളായി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ വണ്ടി എന്ന് നിൽക്കുമെന്ന് നമുക്കറിയല, നമുക്കറിയത്തില്ല, എവിടെയാണെന്നറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സ്തോത്രം, നമ്മൾ നമ്മിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം. നമ്മിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കണം. നമ്മിലേക്ക് തിരിഞ്ഞു നോക്കേണ്ട കാലമാണ്. എന്നാലൊന്ന് മനസ്സിലാക്കുക, പ്രിയ കുടുംബമെല്ലാം കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി ചുമൽ കൊടുക്കുന്നു. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. നമ്മുടെ സഭ ആമേൻ ഒരു സുവിശേഷ ദർശനമുള്ള സഭയായിട്ട് ഇനി അങ്ങനെ ചുവട് വെക്കേണ്ട സമയമാണ്. സ്തോത്രം. ഉത്തര ഭാരതത്തിന് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. ഗാവുകൾക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. ഇന്ത്യയിലെ മിഷണറിമാർക്ക് വേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. സ്തോത്രം. ഭാരത സുവിശേഷീകരണത്തിന് വേണ്ടി അവൻ പ്രത്യേകാൽ പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള സഭയായി ഈ സഭ ഒരുക്കപ്പെടേണ്ടതിന് വേണ്ടി ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ച് നമുക്കൊന്ന് സ്തോത്രം ചെയ്യാം. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി ചുമൽ കൊടുത്തിട്ടുണ്ടോ? അവൻ സമയം ചെലവഴിച്ചിട്ടുണ്ടോ? സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടോ? അതൊന്നും വൃഥാവായി പോകത്തില്ല. എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല. അത് തിരിച്ചറിയുന്ന ദൈവമക്കൾ ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ആമേൻ. സ്തോത്രം. കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയത്നിച്ചതും നിന്നതിനുമെല്ലാം പ്രതിഫലം വിഭജിക്കുന്ന നാളിൽ ആമേൻ. സ്തോത്രം. അന്നായിരിക്കുന്ന ഇന്നു ചെയ്ത കർത്തൃവേലയുടെ, ഇന്ന് കൊടുത്ത കർത്താവിന് വേണ്ടി നിലകൊണ്ടതിൻ്റെ എല്ലാം ആ വലിയ അതിൻ്റെ ആഴം എന്താന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഒത്തിരി ആളുകൾ എൻ്റെ ചിന്തയിൽ
പണ്ടൊരു അച്ഛൻ പറഞ്ഞതുപോലെ സ്വർഗത്തിൽ പോയച്ച് പറയും കാശ് പോയി സ്റ്റോവും. സരസമായി പറയുന്നൊരു അച്ഛൻ പറഞ്ഞ് കേട്ട് കാശ് പോയി എല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് തോന്നും തൃശ്ശൂരുകാരുടെ ഭാഷയാണേ, തൃശ്ശൂരുകാരുടെ ഭാഷയില മക്കളെ പഠിപ്പിച്ചു, അപ്പിടി ഇപ്പിടി സമ്പാദിച്ചു, എല്ലാം ക്രമപ്പെടുത്തി